ഈ സാധനം എന്നാണെന്നറിയാമോ? ഇല്ല. എടാ മോനെ, ഇതൊക്കെ പഴയ കാലത്ത് കാരണന്മാരുള്ള വീടുകളിൽ ഉപ്പ് കലക്കാനാണ്. ഉപ്പ് കലക്കിയിട്ട് കല്ലുപ്പ് മേടിച്ച് കലക്കിയിട്ട് ഈ സാധനം ഉണ്ടോ ഇതിനകത്ത് ഉപ്പങ്ങിടും. ഉപ്പ് എന്നിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കും. അതിനകത്തൊരു കുഞ്ഞു ചിരട്ട ഇടും പോരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതാണ് കഞ്ഞിക്കും പിന്നെ കപ്പ പുഴുങ്ങാനും കറിക്കും ഒക്കെ കോരി പഠിക്കണത്. ഇപ്പോഴത്തെ കാലത്ത് ഇത് ഇല്ല. പഴയ കാലത്ത് കാരണന്മാരിലുള്ള വീടുകളിൽ സാധനം ഉണ്ട്. ഈ ഓട്ടം എന്തിനാ? ഓട്ടം എന്താ വെച്ചാൽ നടപ്പുണ്ട്, നടപ്പ്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സാധനം ഇല്ല. ഇതിങ്ങനെ അടച്ചു വെച്ചേക്കോണം. അതിങ്ങനെ ഇങ്ങനെ അടച്ചു വെച്ചേക്കോണം. അപ്പൊ ഇതാണ് അതിൻ്റെ ഇത്. ഇതിങ്ങനെ അടഞ്ഞേക്കോണം. നമ്മൾ ഇങ്ങനെ തിരിക്കും. തിരിച്ചു കഴിയുമ്പോൾ ഇതിൽ ചിരട്ടിയിട്ടുണ്ടാവും ഒരു കുഞ്ഞു ചിരട്ട. അതുകൊണ്ട് നമ്മൾ കോരി കഞ്ഞിക്ക് ഒഴിക്കും, ചോറിന്. ഇതിപ്പോൾ ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടാവും? ഇത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടോ അത്രയും പ്രായം വരും. ഒരു 150 കൊല്ലത്തെ പഴക്കമുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഈ രണ്ടും അപ്പുറത്തെ സാധനം ഇതൊക്കെ ഒന്ന് തന്നെ അല്ലേ? ഇത് പട്ടിക്ക് കഞ്ഞി കൊടുക്കാനായിട്ട്. അന്ന് കാലത്ത് പട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ പാത്രം ഉണ്ടാക്കി ഞാൻ മേടിച്ചത് 50 കൊല്ലം ഇത് മേടിച്ചിട്ട്. അതെ അല്ലേ? ഇന്നത്തെ തലമുറക്ക് ഒന്നും അറിയില്ല, അപ്പൊ ഇത് കാണിക്കാനാ. ഓക്കെ, സന്തോഷം കേട്ടാ. ഇതാ കണ്ട, ഇതാ എന്റെ പൊന്നെ, ഇത് വെക്കാൻ തന്നെ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ തന്നെ പാട് പറയണ്ടല്ലോ അപ്പച്ചാ. ഇത് 50 കൊല്ലം മുമ്പ് വാങ്ങുമ്പോൾ 150 രൂപ വില. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ കംപ്ലീറ്റ് കല്ലും കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ അട്ടപ്പാടിയിൽ വന്നതാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ചിന്നപ്പറമ്പ് അല്ലേ? അപ്പോൾ എന്താ പറയാ, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ഇതും കൂടി നമ്മൾ പകർത്തിയില്ലേ? ഒന്ന് ചിരിക്കണോ? ഓക്കെ, താങ്ക് യു.